നമസ്കാരം. സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് തൈരൂർ. പ്രധാന വാർത്തകൾ. ബിജെപിയിൽ കലാപക്കൊടി ഉയർന്നു. LK അദ്വാനി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ഒഴിഞ്ഞു. പാർട്ടി മുൻപത്തെ പോലെ ആദർശാധിഷ്ഠിത പാർട്ടിയല്ലെന്നും അദ്വാനി. തന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ നടന്നെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അധികാര സ്ഥാനങ്ങളുടെ പുറകെ പോകുന്ന ആളല്ല താനെന്നും രമേശ് ചെന്നിത്തല. ഏത് നിമിഷവും കടന്നുവരാവുന്ന ദുരന്തത്തെ ഓർത്ത് ഭയചകിതരായി കഴിയുകയാണ് റാന്നി വരവൂർ ചേലക്കാട് തടത്തിൽ പത്തായപ്പുരയ്ക്കൽ ജോയിയും കുടുംബവും. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ഒരുക്കി ജില്ലയിലെ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്കാരായി മാറിയിരിക്കുകയാണ് 3 കുരുന്നുകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. LK അദ്വാനി BJPയിലെ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളും രാജിവെച്ചു. BJP നിർവാഹക സമിതി, പാർലമെന്ററി ബോർഡ്, തെരഞ്ഞെടുപ്പ് സമിതി എന്നിവയിൽ നിന്നാണ് രാജിവെച്ചത്. എന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിട്ടില്ല. പാർട്ടിയിലെ പ്രാഥമിക അംഗത്വം, MP സ്ഥാനം എന്നിവയും ഒഴിഞ്ഞിട്ടില്ല. മുൻപത്തെ പോലെ ആദർശാധിഷ്ഠിത പാർട്ടിയല്ല BJP എന്ന് രാജ്നാഥ് സിംഗിന് അയച്ച രാജിക്കത്തിൽ പറയുന്നു. വ്യക്തിപരമായ അജണ്ടയാണ് പലർക്കുമുള്ളത്. ഇതിനോട് പൊരുത്തപ്പെടാനാവില്ലെന്നും അദ്വാനി വ്യക്തമാക്കി. എന്നാൽ രാജി സ്വീകരിച്ചിട്ടില്ലെന്ന് BJP പ്രസിഡന്റ് രാജ്നാഥ് സിംഗ് അറിയിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ മുഖ്യ പ്രചാരകനായി നിയോഗിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി. പനാജിയിലെ ദേശീയ നിർവാഹക സമിതിയിൽ നിന്നും അദ്വാനി അനുകൂലിക്കുന്നവരും വിട്ടുനിന്നിരുന്നു. തന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ച നടന്നെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇക്കാര്യം സംബന്ധിച്ച് തനിക്ക് അഭിപ്രായമുണ്ടെന്നും ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ആയതിനാൽ ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. താൻ അധികാര സ്ഥാനങ്ങളുടെ പുറകെ പോകുന്നയാളല്ല. KPCC പ്രസിഡന്റ് സ്ഥാനം മറ്റ് സ്ഥാനത്തേക്കാൾ വലുതാണ്. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി അനാവശ്യ വിവാദമുണ്ടായതിൽ വിഷമമുണ്ട്. തക്ക സമയത്ത് ഹൈക്കമാൻഡ് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകരുടെ മനസ്സിൽ തനിക്കിടമുണ്ട്. അവിടെ നിന്ന് ആര് വിചാരിച്ചാലും ഇറക്കിവിടാൻ കഴിയില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് മന്ത്രിസഭയിലേക്ക് ചേരുന്ന കാര്യം ചർച്ചയായത്. വിവാദങ്ങൾ ഉണ്ടായതിൽ മാധ്യമങ്ങളെ പഴിക്കുന്നില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. തന്റെ ഫോൺ ചോർത്തിയെന്ന് ആർക്കും പരാതി നൽകിയിട്ടില്ല. സമുദായ നേതാക്കളോട് ഏറ്റുമുട്ടാനില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. ഏത് നിമിഷവും കടന്നു വന്നേക്കാവുന്ന ഒരു ദുരന്തത്തെ ഓർത്ത് ഉള്ളുപടഞ്ഞു കഴിയുകയാണ് റാന്നി വരവൂർ ചേലക്കാട് തടത്തിൽ പത്തായപ്പുരയ്ക്കൽ ജോയിയും ഭാര്യ ഏലിയാമ്മയും 2 മക്കളും. നിലംപത്താറായ കൂരക്കീഴിൽ ഭയപ്പാടോടെ തലചായ്ക്കുമ്പോഴും കയ്യിൽ വന്നിട്ടും കിട്ടാതെ പോയ ഒരു വീടിനെക്കുറിച്ചുള്ള നഷ്ടബോധവുമാണ് ഇവരെ വേട്ടയാടുന്നത്. മാനത്ത് മഴക്കാർ കാണുമ്പോൾ ഉള്ളുപിടയുകയാണ് റാന്നി വരവൂർ ചേലക്കാട് തടത്തിൽ പത്തായപ്പുരയ്ക്കൽ ജോയിക്കും ഭാര്യ ഏലിയാമ്മയ്ക്കും. ഏതു നിമിഷവും കടന്നു വന്നേക്കാവുന്ന ആ ദുരന്തത്തെ മുന്നിൽ കണ്ട് 2 മക്കളെയും കൊണ്ട് ഈ മഴക്കാലത്ത് എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ ദമ്പതികൾ. കയറിക്കിടക്കാൻ ഇവർക്ക് ആകെയുള്ള ഒരു കൂരയാണിത്. മേൽക്കൂര ഏതു നിമിഷവും നിലംപോത്താമെന്ന പരുവത്തിലാണ്. മൺകട്ടകൾ കെട്ടിയുണ്ടാക്കിയ ചുവരുകൾ ഒന്നാകെ മഴയത്ത് കുതിർന്നിരിക്കുകയാണ്. ഒന്ന് പതുക്കെ തള്ളിയാൽ പോലും ഈ ചുവരുകൾ ഇടിഞ്ഞു വീഴും. ഓടുകൾ ഇളകിപ്പോയ ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് ടാർപ്പായും പ്ലാസ്റ്റിക് ചാക്കും കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഓടിന്റെ ദ്രവിച്ച പട്ടിക മാറാൻ പുരയുടെ പുറത്തു കയറിയ ജോയി മേൽക്കൂരയുടെ ഭാഗം തകർന്ന് താഴെ വീഴുകയുണ്ടായി. വീഴ്ചയിൽ പരിക്കുപറ്റിയ ജോയിയുടെ കാലിന് 6 തുന്നലിടേണ്ട അവസ്ഥ വന്നു. കൂലിവേലക്കാരായ ഇവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഏക ആശ്രയം. അർഹതയുണ്ടായിട്ടും തങ്ങൾക്ക് പഞ്ചായത്തിന്റെ സ്കീമിൽ ഉൾപ്പെട്ടിരുന്ന EMS ഭവന പദ്ധതിയിൽ നിന്നും തഴയപ്പെട്ടതായി ഏലിയാമ്മ പറഞ്ഞു. ഇത് ഇവിടെ സ്ഥലം സ്ഥലത്തില്ലാത്തവർക്ക് പോലും വീടും അനുവദിച്ചിട്ടുണ്ട്. വീട് പകുതി പണി പൂർത്തിയായി കിടക്കുന്നുണ്ട്. അതുപോലെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വെച്ച് പലർക്കും വീട് കൊടുത്തതുണ്ട്. ഞങ്ങൾക്ക് മാത്രമായി ആധാരമുണ്ട്. കൈവശാവകാശ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും ഞങ്ങൾ കൈവശം ഉണ്ട്. എന്നിട്ട് പോലും വീട് തരാൻ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്തും അതുപോലുള്ള വേണ്ടപ്പെട്ടവരെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് വീട് നിഷേധിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയണം.
EMS ഭവന പദ്ധതിயின் കീഴിൽ വീട് നിർമ്മിക്കുവാൻ ഏലിയാമ്മ അങ്ങാടി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. പ്രസ്തുത അപേക്ഷയിന്മേൽ അങ്ങാടി വില്ലേജ് ഓഫീസർ ഇവരുടെ വീടും ചുറ്റുപാടുകളും പരിശോധിച്ച് ഇവർക്ക് ഭവന പദ്ധതി പ്രകാരം വീടിന് അർഹതയുണ്ടെന്ന് സർട്ടിഫൈ ചെയ്തതുമാണ്. ഇതിന്റെ തുടർ നടപടികളായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ 12/12/11 YEO 35/2011 നമ്പരായുള്ള കത്തിൽ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിങ്ങളെ ഉൾപ്പെടുത്തിയതായും 75,000 രൂപയുടെ കരാർ വയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കാണിച്ചുകൊണ്ടുള്ള കത്ത് ലഭിക്കുകയുണ്ടായി. തുടർന്ന് 2.26 പുരയിടത്തിന്റെ കരമടച്ച രസീതും കൈവശാവകാശ സർട്ടിഫിക്കറ്റുമായി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ സമീപിച്ചിരുന്നതായും ഏലിയാമ്മ പറഞ്ഞു. പിന്നീട് ഇതേ ആവശ്യത്തിനായി പഞ്ചായത്തിൽ പല പ്രാവശ്യം കയറിയിറങ്ങിയെങ്കിലും ഇവരുടെ കാര്യത്തിന് യാതൊരു തീരുമാനവും ഉണ്ടായില്ല. പഞ്ചായത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വീട് അനുവദിച്ച കൈവശാവകാശ സർട്ടിഫിക്കറ്റും കരമടച്ച രസീതും ഉണ്ടാക്കി വെച്ചിട്ട് പോലും ഞങ്ങൾക്ക് വീട് തരാൻ പറ്റിയില്ല. ആരുടെയെങ്കിലും പണി നഷ്ടപ്പെടുത്തിയിട്ട് വേണം ഇവർക്ക് വിവരമന്വേഷിക്കുവാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. അർഹതപ്പെട്ടത് കയ്യിൽ വന്നു ചേരുന്ന അവസ്ഥയിൽ നഷ്ടപ്പെട്ടതോർത്ത് ഇനിയും ആരോട് പരാതി പറയും എന്നറിയാതെ വിഷമിക്കുകയാണ് ഈ ദമ്പതികൾ. പഞ്ചായത്തുകളുടെ സ്കീമായിരുന്ന EMS ഭവന പദ്ധതി ഇപ്പോൾ നിലവിലില്ലാത്തതും വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസുമായി ഇവർ അക്കാലത്ത് കരാർ വയ്ക്കാത്തതുമാവാം ഇവർ പിന്തള്ളപ്പെട്ടു പോയതെന്ന് റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു. പരസ്പരം പഴി പറഞ്ഞും നിയമങ്ങളുടെ നൂലിഴകൾ കീറിയും കഴിയുമ്പോഴേക്കും ഒരു കുടുംബം തെരുവിലാകരുത്. അതിന് ഇനി ഇവർക്ക് താങ്ങായുള്ളത് റാന്നി ബ്ലോക്ക് പഞ്ചായത്താണ്. ആ പ്രതീക്ഷയിലാണ് ഇവരിപ്പോൾ. സിറ്റി ന്യൂസ്, റാന്നി. പച്ചക്കറി വികസന പദ്ധതിയിൻ കീഴിൽ ജില്ലയിൽ മികച്ച പച്ചക്കറി കൃഷി ചെയ്ത് മാതൃക കാട്ടിയിരിക്കുകയാണ് റാന്നി എബനേസർ ഹൈസ്കൂളിലെ കുരുന്നുകളായ റോഷൻദാസ്, അശ്വതി പ്രസാദ്, അശ്വതി എന്നിവർ. സ്കൂൾ തലത്തിൽ ഈ നേട്ടം കൈവരിച്ചതിന് റാന്നി പുല്ലുപ്രം PC ഹൈസ്കൂൾ അധ്യാപകൻ ഹർലാലും ഈ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടമാണ് കൈവരിച്ചത്. ജില്ലാതലത്തിൽ പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ മികച്ച കൃഷി നടത്തി വിജയം കൈവരിച്ചവരെ റാന്നി അങ്ങാടി ഗ്രാമപഞ്ചായത്ത്, അങ്ങാടി കാർഷിക വികസന സമിതി, അങ്ങാടി കൃഷിഭവൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആദരിച്ചു. സ്കൂൾ തലത്തിൽ പച്ചക്കറി കൃഷി വ്യാപിക്കുന്നതിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച റാന്നി പുല്ലുപ്പുറം PC ഹൈസ്കൂൾ അധ്യാപകൻ ഹരിലാൽ സ്വന്തം വീട്ടിൽ പച്ചക്കറി തോട്ടം ഒരുക്കി മികച്ച വിളവെടുത്ത റാന്നി എബനേസർ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥികളായ റോഷൻദാസ്, അശ്വതി പ്രസാദ്, അശ്വതി എന്നീ കുട്ടികളെയുമാണ് ആദരിച്ചത്. സ്വന്തം വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഒരുക്കി മികച്ച വിളവാണ് റോഷൻദാസും അശ്വതി പ്രസാദും അശ്വതിയും നേടിയത്. അച്ഛനമ്മമാരുടെ പ്രോത്സാഹനവും ഒപ്പം റാന്നി അങ്ങാടി കൃഷി ഓഫീസറായ മായാദേവിയുടെ നിർദ്ദേശവും പ്രോത്സാഹനവും ഇവർക്ക് തുണയായി. കൃഷി ഓഫീസിൽ നമ്മുടെ ആൾക്കാർ കണ്ടോ? മോളെ സെലക്ട് ചെയ്തത് രാസവള പ്രയോഗമോ കീടനാശിനികളോ ഉപയോഗിക്കാതെ നാടൻ കൃഷിരീതി അവലംബിച്ച് ജൈവവള പ്രയോഗത്തിലൂടെയാണ് ഈ കൊച്ചുമിടുക്കികൾ ജില്ലയ്ക്കും സർവോപരി അങ്ങാടി ഗ്രാമപഞ്ചായത്തിനും എബനേസർ ഹൈസ്കൂളിനും അഭിമാനമായത്. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ സ്കൂളുകൾക്കും ഇത് മാതൃകയായി സ്വീകരിക്കാവുന്നതാണെന്ന് ജില്ലാ കൃഷി ഓഫീസർ ടെസി ജോസഫ് പറഞ്ഞു. ജൈവകൃഷി കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുക, നമ്മളുടെ വീട്ടുവളപ്പിൽ ആവശ്യമുള്ള ഓരോ കുടുംബത്തിനും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറി കൃഷി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം ഈ പദ്ധതി നടപ്പിലാക്കി വന്നിട്ടുള്ളത്. ഈ വർഷവും ഈ പദ്ധതി തുടരുന്നതാണ്. എല്ലാവരും ഭംഗിയായിട്ട് അത് നടപ്പിലാക്കി. പ്രത്യേകിച്ച് അങ്ങാടി പഞ്ചായത്തിലെ കൃഷി ഓഫീസർ മായാദേവി വളരെ ഭംഗിയായിട്ട് അതിന് നേതൃത്വം കൊടുത്ത് ഈ പഞ്ചായത്തിൽ അത് നടപ്പിലാക്കുകയും വിവിധങ്ങളായ അവാർഡുകൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. അനുമോദന സമ്മേളനത്തിൽ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിവലിയകാല അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമ്മുടെ കൃഷി നമ്മുടെ കേരളത്തിൽ അന്യം നിന്നുപോയി. കാർഷിക മേഖലയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഇല്ല. കാരണം അത് ആരുടെയും കുഴപ്പമല്ല. കാർഷിക വിളകളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ അത് ലാഭകരമായി തീരത്തില്ല എന്ന് കണ്ടുകൊണ്ട് നാണ്യവിളകളിലേക്ക് ജനങ്ങൾ മാറിപ്പോകും. ഇപ്പൊ ഇന്നിപ്പോൾ കൃഷി നമ്മളൊരു വേറെ ഒരു തൊഴിലാളിയെ വെച്ച് നമ്മൾ കൃഷി നടത്തിയാൽ ഒരിക്കലും അത് ആദായകരമല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യ ആവശ്യത്തിന് ഉതകത്തക്ക രീതിയിൽ വീട്ടിൽ ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാൻ ആരെ കൊണ്ടും കഴിയും. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെഴ്സി പാണ്ഡ്യത്ത് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പുല്ലൂപ്പുറം സ്കൂളിൽ നമ്മുടെ അധ്യക്ഷ പ്രസംഗം ഓർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൈപുണ്യം കൊണ്ടാണ് അവിടെ കൃഷിത്തോട്ടമായെന്നൊക്കെ ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. അന്ന് വൈസ് പ്രസിഡന്റും ഞാനും ആ വലിയ സംരംഭത്തിൽ പോയിരുന്നു. ഞങ്ങൾ ഓരോന്നവിടെ നട്ടിരുന്നു. അതുപോലെ അവിടെ വന്ന അധ്യാപകരൊക്കെ നട്ടിരുന്നു. ഞങ്ങളുടെ എല്ലാം കൈപുണ്യം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അഭിമാനിക്കാൻ വകയുണ്ട്.
സ്കൂളിനെ ഈ സമയത്ത് ഞങ്ങൾ വളരെയധികം അഭിനന്ദിക്കുന്നു. അതിലുപരി വൈസ് പ്രസിഡന്റിൻ്റെ സ്കൂൾ ഉൾപ്പെടുന്ന സ്കൂളാണ്. അദ്ദേഹം വലിയ പുകഴ്ചയിൽ എപ്പോഴും വന്ന് പഞ്ചായത്തിൽ പറയാറുണ്ടായിരുന്നു. മറ്റ് സ്കൂളുകളിൽ കൊടുത്ത പച്ചക്കറി വിത്തുകളൊക്കെ നഷ്ടപ്പെട്ടപ്പോഴും ഞങ്ങളുടെ സ്കൂളിലോട്ട് വന്ന് നോക്കി അദ്ദേഹം പലപ്പോഴും അഭിമാനത്തോടെ പഞ്ചായത്തിൽ പറയാറുണ്ടായിരുന്നു. എന്തായാലും അതിന് മുൻകൈയെടുത്ത് അതിനെ കാത്തു പരിപാലിച്ച അധ്യാപകൻ ഹരിലാൽ സാർ അടക്കമുള്ള പ്രിയപ്പെട്ടവരെയും അതിന് കൈ കൊടുത്ത് എല്ലാവരെയും ഈ സമയത്ത് ബ്ലോക്ക് മെമ്പർ അടക്കം വൈസ് പ്രസിഡന്റ് അടക്കം എല്ലാവരെയും വളരെയധികം അഭിനന്ദിക്കുന്നു. വൈസ് പ്രസിഡന്റ് ബി സുരേഷ്, കൃഷി ഓഫീസർ മായാദേവി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു റജി, ഐഷ തോമസ്, ഓമന വടക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ജില്ലയിൽ തന്നെയല്ല സംസ്ഥാനത്ത് ഏറ്റവും നല്ല കർഷകനുള്ള അവാർഡിന് അർഹനാണ് ഹരി സാർ. കാര്യം ഞാൻ അവിടെ ചെന്ന് ഒരു പടവളത്തിന്റെ വിത്ത് കുഴിച്ചു വെച്ചപ്പോഴാണ് ആ പടവളങ്ങിയ അതിമനോഹരമായ രീതിയിൽ കൃഷിത്തോട്ടത്തിൽ വളർന്നു. ഏറ്റവും വലിയൊരു പടവളങ്ങിയായി, ഒരു കിലോ പടവളങ്ങി അതിൻ്റെ 12 കിലോ വീതം വലിപ്പമുണ്ടെന്നാണ് കഴിഞ്ഞത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നൂറുകണക്കിന് ആൾക്കാർ ഇന്ന് പുല്ലൂപ്പുറത്ത് കടന്നു വരികയും PCA സ്കൂളിൻ്റെ പരിസരത്ത് ആ പച്ചക്കറി കൃഷിത്തോട്ടം അതിമനോഹരമായ രീതിയിൽ കാണുവാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. കാർഷിക വികസന സമിതി അംഗങ്ങളായ ഉസ്മാൻ ഖാൻ, TC തോമസ്, ലാലിച്ചൻ, ശിവരാമൻ, ലക്ഷ്മണൻ, എബ്രഹാം ബിറ്റി എന്നിവരാണ് ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകിയത്. സിറ്റി ന്യൂസ്, റാന്നി. സർക്കാർ ITIകളിലെ NCVT, SCVT, COE ട്രേഡുകളിൽ ആഗസ്റ്റിൽ നടത്തുന്ന പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 14 വയസ്സ് പൂർത്തിയായിരിക്കണം. അപേക്ഷകൾ ചെന്നീർക്കര ITIയിൽ ലഭിക്കും. അപേക്ഷാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ജൂൺ 22-ന് 5 മണിക്ക് മുൻപ് ITIയിൽ ലഭിച്ചിരിക്കണം. അപേക്ഷകർ സ്വന്തം മേൽവിലാസം എഴുതിയ 6 രൂപയുടെ സ്റ്റാമ്പ് പതിച്ച പോസ്റ്റ് കാർഡ് കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വിൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. UDF സർക്കാരിന്റെ 2 വർഷത്തെ ഭരണ നേട്ടങ്ങളുമായി കേരളം മുന്നോട്ട് കാലത്തിനൊപ്പം എന്ന ചിത്ര പ്രദർശനവും ഡോക്യുമെന്ററിയുടെ പ്രദർശനവും റാന്നി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു. ജില്ലയിൽ ബ്ലോക്ക് തലത്തിൽ നടത്തിയ പര്യടനങ്ങളുടെ സമാപനമായിരുന്നു റാന്നിയിലേത്. UDF സർക്കാർ 3ാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായ സർക്കാർ തലത്തിലുള്ള ഭരണനേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഉദ്ദേശത്തോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേരളം മുന്നോട്ട് കാലത്തിനൊപ്പം എന്ന ചിത്രപ്രദർശനവും ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ചിത്രപ്രദർശനത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂസൻ അലക്സ്, BDO KS ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ദിരാ ആവാസ് യോജന പ്രകാരം റാന്നി ബ്ലോക്ക് പഞ്ചായത്തിൽ അർഹതപ്പെട്ടവർക്കുള്ള ധനസഹായവും ബ്ലോക്ക് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ കൈമാറി. അത് നമുക്കൊന്ന് ബോധ്യപ്പെടുത്തക്ക രീതിയിൽ ചിന്തിച്ച് കടന്നു പോകുന്നതിന് വേണ്ടിയും കൂടിയാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വികസനം, ക്ഷേമം, ആശ്വാസം, ഈ 3 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഗവൺമെന്റിന് മുമ്പോട്ട് പോകുന്നതിന് കഴിയുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റാന്നി താലൂക്കിൽ, റാന്നി ബ്ലോക്കിൽപ്പെട്ട കിഴക്കൻ മേഖലയിൽ അധിവസിക്കുന്നവരാണ്.
വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതിപ്പം ഏറ്റവും കൂടുതൽ പേർ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഇന്ദിരാ ആവാസ് യോജന പദ്ധതി പ്രകാരം നമുക്ക് അനുവദിച്ച് കിട്ടിയ വീടിന്റെ അടുത്ത ഗഡു വാങ്ങുന്നതിന് വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ പ്രിയപ്പെട്ട ജോയിന്റ് വീഡിയോ മാർക്കോസ് സക്കറിയ സാറെ സൂചിപ്പിച്ചു, നമ്മുടെ സഹോദരങ്ങൾ വീട് പണി തുടങ്ങി ടാർപ്പാളിലൊക്കെ വലിച്ചു കെട്ടി പ്രായമായ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ് പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി, അതിന്റെ ഗഡുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. അങ്ങാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിൽ അംഗൻവാടി തൊട്ട് +2 തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് കരിങ്കുറ്റിയിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. അങ്ങാടി സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ അംഗൻവാടി കുട്ടികൾക്കും LP സ്കൂൾ തലം മുതൽ +2 തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. റാന്നി എബനേസർ ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ അങ്ങാടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് മാത്യു കരിങ്കുറ്റിയിൽ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കാലാകാലങ്ങളിലായിട്ട് അങ്ങാടി കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഒരു സംരംഭ നിലയിൽ ബുക്ക് വിതരണം എല്ലാ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും അങ്ങാടിയിലെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വർഷം അല്പം വൈകിപ്പോയി എന്ന് പറയാം. ഏതായാലും ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായ ബുക്കുകൾ കരുതിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ ബുക്കുകൾ ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്യുന്നതായിരിക്കും. ബാങ്കിനെ സംബന്ധിച്ച് വിവിധ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആവശ്യമായ നമ്മുടെ സഹകാരികൾക്ക് ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിനും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ വേദിയിലൂടെ നിൽക്കുവാൻ ഈശ്വരൻ കടാക്ഷിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഇങ്ങനെ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ളതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഇന്ന് ചെലവഴിക്കാൻ തന്ന സാവകാശത്തിനായിട്ട് നന്ദി പറയുകയാണ്. ലിജിൻ ജോൺ ഫിലിപ്പ് വർഗീസ്, അലക്സ് ആളുണ്ടോ? അങ്ങാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി സുരേഷ്, സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ തങ്കപ്പൻ, മിനി പാറയ്ക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഇടമൺ ഡോക്ടർ ഭാഭ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയുടെയും പത്തനംതിട്ട ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഇടമൺ NSS കരയോഗ മന്ദിരത്തിൽ വെച്ച് സൗജന്യ ഹോമിയോ പകർച്ചപ്പനി പ്രതിരോധ ഔഷധ വിതരണവും ബോധവൽക്കരണ ക്ലാസും 12-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ നടക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VR ബാനർജി, സെക്രട്ടറി ആൻസൺ തോമസ് എന്നിവർ അറിയിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ അധിക്ഷേപിക്കുവാനുള്ള നീക്കം ചില തൽപര കക്ഷികളും സംഘടനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം കുൽസിത ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും റാന്നി താലൂക്ക് NSS കരയോഗ യൂണിയൻ പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഉറങ്ങുന്നവന് ജീവിക്കാനുള്ള സ്ഥലമല്ലിതെന്നും ഇത് ഉണർന്ന് തന്റെത്തോടെ നിവർന്നു നിന്ന് കാര്യങ്ങൾ പറയുന്നവന് ജീവിക്കാനുള്ള സ്ഥലമാണ് നമ്മുടെ നാട് എന്ന മന്നത്ത് പത്മനാഭന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള സർക്കുലറിൽ NSS ജനറൽ സെക്രട്ടറിക്ക് യൂണിയന്റെ പരിപൂർണ്ണ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ആനുകാലിക സംഭവവികാസങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 15-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് താലൂക്ക് സമ്മേളനം ചേരുമെന്നും യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VR രാധാകൃഷ്ണൻ, യൂണിയൻ സെക്രട്ടറി V. ഷാബു എന്നിവർ അറിയിച്ചു. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർ കഴിഞ്ഞ സാമ്പത്തിക വർഷം 373.5 കോടി രൂപയുടെ നിക്ഷേപം വിവിധ പദ്ധതികളിലൂടെ സമാഹരിച്ചു. മുൻവർഷം 38.25 കോടി രൂപയായിരുന്നു സമാഹരണം. ഏജന്റുമാരുടെ നിക്ഷേപ സമാഹരണത്തിന് പ്രതിഫലമായി സർക്കാർ 2011-2012 7.26 കോടി രൂപയും
2012-2013 5.40 കോടി രൂപയും വേതനമായി നൽകി. ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാരുടെ സേവനം വിവിധ മേഖലകളിൽ കൂടി വിനിയോഗിക്കുന്നതിന് സർക്കാർ ഉത്തരവായി. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള ബോധവൽക്കരണവും പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, രോഗനിവാരണം തുടങ്ങിയവ സംബന്ധിച്ച സന്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാനുള്ള പരിശീലന പരിപാടികളും ജില്ലയിലെ എല്ലാ ബ്ലോക്കുകളിലെയും ഏജന്റുമാർ നടപ്പാക്കിയതായി പ്രത്യേക പത്രക്കുറിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിജെപിയിൽ കലാപക്കൊടി ഉയർന്നു. LK അദ്വാനി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ഒഴിഞ്ഞു. പാർട്ടി മുൻപത്തെ പോലെ ആദർശാധിഷ്ഠിത പാർട്ടിയല്ലെന്നും അദ്വാനി. തന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ചർച്ചകൾ നടന്നെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അധികാര സ്ഥാനങ്ങളുടെ പുറകെ പോകുന്ന ആളല്ല താനെന്നും രമേശ് ചെന്നിത്തല. ഏത് നിമിഷവും കടന്നുവരാവുന്ന ദുരന്തത്തെ ഓർത്ത് ഭയചകിതരായി കഴിയുകയാണ് റാന്നി വരവൂർ ചേലക്കാട് തടത്തിൽ പത്തായപ്പുരയ്ക്കൽ ജോയിയും കുടുംബവും. വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷി ഒരുക്കി ജില്ലയിലെ ഏറ്റവും നല്ല പച്ചക്കറി കൃഷിക്കാരായി മാറിയിരിക്കുകയാണ് 3 കുരുന്നുകൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.